ബംഗാളിൽ നിന്ന് വരുന്ന റിസൾട്ട് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുക കേരളത്തിലായിരിക്കും. അതിന് കാരണമുണ്ട്. കാരണം CPM പോലുള്ള ഒരു പാർട്ടി ദീർഘകാലം ഭരിച്ച ഒരു പ്രദേശമാണ്, ഒരു സംസ്ഥാനമാണ്. അവിടെ ഇക്കുറി അവർക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സ്വാധീനം രൂപപ്പെടുന്നത്. ഇവിടെ 2021 എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് BJP ബംഗാൾ പിടിക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അവർക്ക് 77 എന്ന് പറയുന്ന ഒരു സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. പക്ഷെ ഇക്കുറി BJPയുടെ പ്രചരണ തന്ത്രം എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമാണ്. പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള പല തന്ത്ര പ്രയോഗങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീരാമൻ മാറി ദുർഗയും കാളിയും ഒക്കെ പ്രചരണ തന്ത്രമായിട്ട് വരുന്നത്. സ്മൃതി ഇറാനി വരുന്നു. അതേപോലെ തന്നെ നേരിട്ടിട്ട് മമതയെ ആക്രമിക്കുന്നതിന് പകരം അവരുടെ ഭരണ സംവിധാനത്തിലെ വീഴ്ചകളെ പറ്റിയിട്ട്, അതായത് മരുമോനാണ് ഭരിക്കുന്നത് തുടങ്ങിയ രീതിയിലുള്ള ഒരു പ്രചരണം അഴിച്ചുവിടാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. കേരളത്തിനോടൊരു സാമ്യം. അതെ. അപ്പം ഇങ്ങനെയുള്ള കുറേ അധികം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ബംഗാളിലെ. 77 നിന്ന് ഏതിലേക്ക് ഉയരാൻ BJPക്ക് കഴിയും, അതോ വീഴ്ചയുണ്ടാവും? രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് അവിടെ വോട്ട് കുറയാനാണ് സാധ്യത. കാരണം ഒരു നല്ല റിസൾട്ട് പ്രതീക്ഷിച്ച്, നല്ല ഫലം BJPക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നടപ്പാക്കിയ SIR വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ നേരെ വിപരീത ഫലമുണ്ടായിരുന്നു. കാരണം ബംഗാളിലെ എല്ലാ സ്ഥലത്തും ഹൈന്ദവ സമൂഹം ഭൂരിപക്ഷ സമൂഹത്തെക്കാൾ കൂടുതൽ ആക്റ്റീവായിരിക്കും എപ്പോഴും ന്യൂനപക്ഷ സമൂഹം. ഈ SIR നടപ്പാക്കാൻ പോകുന്നു, വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിക്കാൻ പോകുന്നു എന്നുള്ള വ്യാപകമായ പ്രചരണം വന്നപ്പോൾ തങ്ങളുടെ പേര് അതിൽ ഒഴിവാക്കപ്പെടുമോ, വോട്ടേഴ്സ് ലിസ്റ്റ് തങ്ങളുടെ പേര് ഒഴിവാക്കപ്പെടുമോ എന്നുള്ള ആ വെപ്രാളം കൊണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ അവരെ ഒഴിവാക്കാൻ പോകുന്നുള്ള രീതിയിലാണ് പ്രചരണം വരുന്നത്. ഇവരെല്ലാം സംഘടിതമായി ചെന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തു. ഒഴിവാക്കപ്പെട്ടവർ അലസന്മാരായി ആക്റ്റീവ് അല്ലാതെ ഇരുന്ന ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ധാരാളം പേര് അവിടെ ഈ ലിസ്റ്റിൽ ചേർക്കാനും വന്നില്ല. ഒഴിവാക്കപ്പെട്ടവരുടെ നഷ്ടം യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ പോകുന്ന BJP. അത് റിസൾട്ട് വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഒഴിവാക്കപ്പെട്ടതിൻ്റെ ലിസ്റ്റ് പിന്നെ നോക്കുമ്പോഴാണ് അറിയുന്നത് മമതയുടെ ആത്മധൈര്യം അതാണ്, മമതയുടെ ധൈര്യം അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, BJPക്ക് ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ സുവേന്ദു അധികാരിയെപ്പോലുള്ള കേരളത്തിന് പറ്റിയ അതേ കുഴപ്പം തന്നെ അവിടെ നേതൃത്വമില്ലായ്മയുണ്ട്. സുവേന്ദു അധികാരി നേരത്തെ ആരായിരുന്നു? പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം BJPയിലേക്ക് പോയി. അദ്ദേഹത്തിനവിടെ എത്രയോ വർഷം പ്രവർത്തിച്ചിട്ട് ഒറ്റ സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുത്തത്. ആ മനുഷ്യനെ പിടിച്ച് അവിടെ BJPയുടെ നേതാവാക്കി. പിന്നെ ഈ ഓരോ സ്റ്റേറ്റും, ഇപ്പോൾ ആസാമിൽ പ്രശ്നം, ബംഗാളിൽ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പ്രശ്നക്കാരൻ ആരാവും? അമിത്ഷാ ഒരു സ്ഥലത്ത് പോയി പ്രസംഗിച്ചു, ആ സ്റ്റേറ്റിൽ പിന്നെ പ്രശ്നങ്ങളാണ്. മണിപ്പൂരിൽ പോയി പ്രസംഗിച്ചു, എവിടെ ചെന്നാലും മദ്രാസിൽ വന്നാലും അവിടെ പ്രശ്നം. ആരാ പ്രശ്നക്കാരനാരാ? അതുവരെ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന സ്ഥലം. അമിത്ഷായെ ഒരു പ്രശ്നകാരകനായിട്ടാണ് സാധാരണ ജനങ്ങൾ കാണുന്നത്, മാധ്യമങ്ങൾ കാണുന്നത്. പക്ഷേ മോഡി, ആ അമിത്ഷായുടെ മറുപടി മോഡി രക്ഷപ്പെടുക. മോഡിക്ക് വേണ്ടിയാണ് അമിത്ഷാ ഇത് മുഴുവൻ ചെയ്യുന്നത്. എന്നാൽ പോലും പിന്നെ ബംഗാൾ ഇലക്ഷനിൽ സംഭവിക്കുന്നൊരു കാര്യം, പിന്നെ ഒരു രസകര, കേരളമായിട്ട് കമ്പയർ ചെയ്യുക കുറേ കൂടെ നല്ലത്. പണ്ട് താങ്കൾ പറഞ്ഞ പോലെ 33 വർഷം കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ഭരണം തന്നെ പറയാമായിരുന്നു. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ മമത രംഗത്ത് വന്നു. കോൺഗ്രസ് നേതാക്കന്മാരെ പതുക്കെ തമ്മിൽ ചർച്ചയായിട്ട് അവരവരുടെ വഴിക്ക് പോയ സമയത്ത് കോൺഗ്രസ്സുകാർക്ക് ധൈര്യം കൊടുക്കാൻ രംഗത്ത് വന്ന നേതാവായിരുന്നു മമത. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ തന്നെയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അവരെയാണ് കോൺഗ്രസിൽ നിന്ന് ചവിട്ടി പുറത്താക്കായത്. സജീവമായി പ്രവർത്തിക്കുന്നവരെ ചവിട്ടി പുറത്താക്കുന്ന, ഇവിടെ ഇപ്പോൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതും സജീവ പാരമ്പര്യം ആണ് അവിടെ മമതയെ പുറത്താക്കി. പക്ഷേ മമതയ്ക്ക് പോരാട്ട വീര്യം ഉണ്ടായിരുന്നു. ആ പോരാട്ട വീര്യം കൊണ്ട് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവരെ ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്തു. BJP അത്യാവശ്യം സഹായമൊക്കെ ആദ്യഘട്ടത്തിൽ ചെയ്തു. ഒരിക്കലും വിചാരിച്ചില്ല അവരെക്കാൾ കൂടുതൽ മമത വളരുമെന്ന് ആർക്ക് പ്രതീക്ഷയില്ലായിരുന്നു. BJPയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇവരുടെ ഇടയ്ക്കൂടെ പോരാടി മമത വിജയിക്കുകയാണ്. അപ്പോൾ ആ പോരാട്ട വീര്യമുള്ള മമതയുടെ മുമ്പിലാണ് BJP തോറ്റുപോയത്. ആ പോരാട്ട വീര്യം CPMനെ തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്രയ്ക്കും സംഘടനാശക്തി ഉണ്ടായിട്ടില്ല, BJPക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ദൈവങ്ങളുടെ രൂപം, ആദ്യം ശ്രീരാമ ജന്മഭൂമി
യുടെ പ്രശ്നം വന്നു. അത് കഴിഞ്ഞ് ശ്രീരാമ ക്ഷേത്രം പണിയുന്നതിൻ്റെ പ്രശ്നം വന്നു. ശ്രീരാമ നവമി വളരെ പ്രധാനമായിട്ട് അത് വലിയ ബംഗാളിലെ ഏറ്റവും വലിയ ആഘോഷമായിട്ട് ശ്രീരാമൻ്റെ ആഘോഷങ്ങളെ മാറ്റാൻ നോക്കി. അവിടെ മമത മുതലെടുത്തു. മമത അതിന് ബദലായിട്ട് ദുർഗയും കാളിയും കൊണ്ടുവന്നു. അപ്പോൾ കാളിയുടെ കാര്യം എന്താണോ, ദാരികനെ കൊല്ലാനായിട്ട് BJP കൊണ്ടുവന്നു. അല്ല, BJP കൊണ്ടുവന്നു. പക്ഷെ അവിടെ ലോക്കലായിട്ട് നിന്ന് പോരാടുന്നേരാ. പുറത്തുനിന്ന് ഒരാൾ കൊണ്ടുവരണോ കാളി അങ്ങോട്ട്? ഇത് മമതയുണ്ടെന്നേ അവിടെ. മമതയുണ്ട്. മമതയെ കൊടുക്കാൻ നോക്കുന്ന മാർഗങ്ങളെല്ലാം പൊളിഞ്ഞു. നാരദ ചിട്ടി ഫണ്ട് കേസ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ട കേസായിരുന്നു. അതിലെ പ്രതിയായിരുന്നു മറ്റേ കക്ഷി. അതാ സുവേന്ദു അധികാരിയെ അവിടെ സ്വീകരിച്ചപ്പം ആ വെയിറ്റ് തീർന്നു. ഇപ്പോൾ ചിദംബരത്തെ കൂടെ നടത്തിക്കൊണ്ട് ഇങ്ങനെ കോൺഗ്രസിന് എന്തുമാത്രം അഴിമതിക്കെതിരായിട്ട് സമരം ചെയ്യാൻ പറ്റും? അഖിലേന്ത്യാ തലത്തിൽ ചിദംബരം കൂടെ നിൽക്കുന്നത്, ചിദംബരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതേ കണ്ടീഷനുണ്ട്. പിന്നെ രണ്ടാമത് കേരളത്തിലൊരു വലിയ മുദ്രാവാക്യം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ബംഗാളിൽ ഇങ്ങനെ ജയിക്കുകയാണ്: കേരളം ഞങ്ങൾ ബംഗാളാക്കും. അത് ഫലത്തിൽ സംഭവിക്കാൻ പോകുന്ന എപ്പോഴാണെന്നറിയാമോ? ഈ ഇലക്ഷൻ ഇവിടെ കേരളം ബംഗാളാവും. കാരണം ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതിയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറും. ഇനി മറിച്ച് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നല്ല വിജയം നേടിയാൽ, ഒരു 75-80 സീറ്റൊക്കെ നേടിക്കഴിഞ്ഞാൽ, CPM നേടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് BJPക്ക് നഷ്ടം വരും. എന്നാൽ പോലും കേരളത്തിൽ അവർക്ക് പറഞ്ഞു നിൽക്കാം ബംഗാളിലുണ്ട്. അപ്പോൾ ഇത് ബംഗാളിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് BJPക്ക് തുല്യ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ CPMനും പ്രധാനപ്പെട്ടതാണ്. അവിടെ മമത വീണ്ടും ഒരിക്കൽ കൂടി ജയിച്ചാൽ പിന്നെ BJPക്കും നഷ്ടമാണ്, CPMനും നഷ്ടമാണ്. പിന്നെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റുന്നതാണ് മമതയുടെ ബലം എന്ന് പറയുന്നത്. നമ്മൾ മുമ്പേ ഒരു ചർച്ചയിൽ പറഞ്ഞു നിർത്തിയതാണ്. ലാളിത്യം, സിംപ്ലിസിറ്റി. അവരുടെ ആ സാരിയാണ്, പിഞ്ചിക്കേറിയ സാരിയും ചപ്പലുമാണ് അവരുടെ ശക്തി. ആ വേഷത്തിൽ കൊണ്ട് തന്നെ അവർ ഐഡൻറ്റിഫൈ ചെയ്തു. മോഡി അങ്ങനെയല്ല, ആർഭാടത്തിൻ്റെ മാർഗം. മോഡി ആദ്യം സ്വീകരിക്കാൻ പോയത് പിണറായി വിജയൻ ആർഭാടത്തിൻ്റെ മാർഗം, മമത സിംപ്ലിസിറ്റിയുടെ മാർഗം, ഇല്ലായ്മയുടെ മാർഗം. അതാണ് മമത അവലംബിച്ചത്. അതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിന് ഇനിയും അവിടെ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. ബംഗാളിൽ വിജയിച്ച് കയറാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് ഇതിനോടകം അവർ പല രീതിയിൽ തെളിയിച്ചിട്ടുണ്ട്. തങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വിജയം തീർച്ചയായിട്ടും ഉറപ്പാണെന്നുള്ളത്. അതുതന്നെയാണ് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുറേയധികം മാറ്റങ്ങൾ 2021 ശേഷം വരുത്തിയിട്ടുണ്ട് എന്നുള്ളത്. പ്രവർത്തന രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ഭാഷയിലും സംസ്കാരവും എങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാമെന്നതിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കാളി, ദുർഗയൊക്കെ വരുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകളെ, മമതയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാരാണ്. അപ്പം നേരത്തെയൊക്കെ ഈ ജനക്ഷേമ പദ്ധതികളെയൊക്കെ സൗജന്യ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ടാണ് BJP വിമർശിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഒഴിവാക്കി ഇവർ നൽകുന്നതിലും കൂടുതൽ തുക ക്ഷേമത്തിനായിട്ട് ഞങ്ങൾ തരുമെന്നുള്ള വാഗ്ദാനമാണ് BJP മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ RG-കർ കോളേജിലെ ആ വലിയ ദാരുണാന്ത്യം, നമ്മുടെ ഇവിടെ കടുത്തിരിക്കൽ വന്ദനാദാസ് എന്ന് പറഞ്ഞ സ്ത്രീ ഇവിടെ മരിച്ചത് അതുപോലെ. അല്ല, ഇത് പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വന്ദനാദാസ് അങ്ങനെ മരിച്ചത്. അപ്പം ആ ഇരയുടെ അമ്മയാണ് ഇത്തവണ സ്ഥാനാർത്ഥിയാക്കിയിട്ട് നിർത്തിയിട്ടുള്ളത്. അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് 2026 BJP നേരിടുന്നത്. അപ്പം മെയ് 4 മാത്രമേ കൃത്യമായിട്ടും എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചത് മമതയെ നേരിടാനായിട്ട് മമതയുടെ വീഴ്ചകളാണ് തുറന്നു കാണിക്കേണ്ടത്. മമതയ്ക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ എന്താണ്? മേന്മകളെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. വീഴ്ചകൾ എന്താണ് മമതയ്ക്ക് സംഭവിക്കുന്നത്? മമതയ്ക്ക് സംഭവിക്കുന്ന വീഴ്ച, മമത ന്യൂനപക്ഷ പ്രേമിയാണെന്നുള്ള ഒറ്റ ആരോപണത്തിൽ മാത്രം ന്യൂനപക്ഷത്തിന് വേണ്ടി മാത്രം എല്ലാം ചെയ്യുന്നു. ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് അനധികൃതമായിട്ട് കയറി വരുന്നവരെ നമ്മുടെ സമ്പത്തും സ്വത്തും കൊള്ളയടിക്കുന്നു. അതിന് മമത കൂട്ടുനിന്നു. സിമ്പിൾ എക്സ്പ്ലനേഷൻ. അത് വാസ്തവമാണോ? വാസ്തവമല്ല. ബംഗ്ലാദേശിനെ കൂടെ ഇന്ത്യയുടെ ഭാഗമായിട്ട് കാണാൻ നമുക്ക് പറ്റേണ്ടതാണ്. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവരും. ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരാണ്. പിന്നെ നമ്മുടെ നേതാക്കന്മാരുടെ കഴിവുകൊണ്ട് ബംഗ്ലാദേശ് എന്ന് മോചിപ്പിച്ചപ്പം ഇന്ത്യയുടെ ഭാഗം തന്നെയായിട്ട് നിർത്തുകയായിരുന്നു വേണ്ടത്. അത്രയും വേണേൽ പറയാം. അതിനപ്പുറത്തേക്ക് ബംഗ്ലാദേശ് വേറെ രാജ്യമാകണ്ടായിരുന്നു, ഇന്ത്യയുടെ ഭാഗമാക്കിയാൽ മതിയായിരുന്നു. മുജീബുർ റഹ്മാൻ ആയിക്കോട്ടെ ഇവിടെ മുഖ്യമന്ത്രി, കുഴപ്പമില്ലായിരുന്നു, പ്രശ്നം അവിടെ തീരുമായിരുന്നു. പക്ഷേ അപ്പോഴേ കൊടുക്കാനുള്ള മനസ്സില്ല. പിന്നെ രണ്ടാമത് BJPക്ക് അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രാദേശികമായി കരുത്തുള്ള നേതാവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. കർണാടകത്തിൽ യെദ്യൂരപ്പ ഉണ്ടായിരുന്നുകൊണ്ട് അത്രയും വളർന്നത്. ഓരോ സ്റ്റേറ്റിലും ഉണ്ട് കൊള്ളാവുന്നവർ. 77 ലഭിച്ചു 2021. 2021 77 BJPക്ക് ലഭിച്ചു. അത്ര സീറ്റ് ജയിക്കും, അതിനപ്പുറത്തേക്ക് പോകില്ല. കേജ്രിവാൾ എവിടെയല്ല എന്തുമാത്രം ജയിച്ചിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റില്ല.
എല്ലായിടത്തും കേജ്രിവാളിന് മത്സരിക്കാൻ പറ്റുമോ? എല്ലായിടത്തും കേജ്രിവാളിന് മത്സരിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നു TG മോഹൻദാസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ ചാനൽ ചർച്ചയിൽ, ഏതോ ഒരു ചാനലിലെ ചർച്ചയിൽ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, കേരളത്തിൽ BJPക്ക് എത്ര സീറ്റ് കിട്ടും? ഇപ്പോഴത്തെ അല്ല, പാർലമെൻറ്റ് ഇലക്ഷനിൽ, 24 പാർലമെൻറ്റ് ഇലക്ഷനിൽ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു ഉത്തരം, 24 സീറ്റിൽ മോഡി ജയിക്കും, അല്ല 24 സീറ്റും BJPക്ക് കിട്ടും. എന്താ കാരണം എന്ന് ചോദിച്ചു. എല്ലാ സീറ്റിലും മോഡിയാണ് മത്സരിക്കുന്നത്. ബംഗാളിൽ നിന്നും പ്രാദേശികമായി കരുത്തുള്ള ഒരു നേതാവ് വന്നെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ, BJPക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. അങ്ങനെ അറിയപ്പെടുന്ന നേതാവ് ബംഗാളിലില്ല BJPക്ക്. അതാണ് BJPയുടെ പ്രശ്നം. നേതൃത്വം പ്രശ്നം തന്നെയാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒത്തിരിയുണ്ട്, അങ്ങനെ പോലും പറയാൻ അവിടെ ഇല്ല. ഇവിടെ CPMൻ്റെ ഏറ്റവും വലിയ മെറിറ്റ് ഇപ്പോൾ തന്നെ കഴിവെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഉള്ള ഒരാളുണ്ടെന്നാണ് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. കോൺഗ്രസിന് പക്ഷേ ഒത്തിരി പേരുണ്ട് അങ്ങനെ. ആ തകർച്ച എല്ലായിടത്തും കോൺഗ്രസിനുണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹൈക്കമാൻഡ് ഓറിയൻറ്റഡ് സ്ട്രക്ചർ വന്ന് എല്ലാം ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടായപ്പോഴാണ് കോൺഗ്രസ് എല്ലാ ജില്ലയിലും തകർന്നത്, എല്ലാ സ്റ്റേറ്റിലും തകർന്നത്. അവിടെ നിന്നെല്ലാം തീരുമാനിക്കും, ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഹൈക്കമാൻഡ് ആരാന്ന് പോലും ആർക്കും അറിയത്തില്ല. അങ്ങനെയാണ് കോൺഗ്രസ് ഇല്ലാതായത്. അത് ബംഗാളിൽ ഇപ്പം BJPയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നു. അമിത്ഷായും മോഡിയും എത്ര കൂടുതൽ പോയോ അത്രയും നഷ്ടക്കച്ചവടമല്ലേ? അത്രയും പോണോ? ഒരു മമത എതിർക്കാൻ വേണ്ടി ആരൊക്കെയാണ് പോയത്? എല്ലാ കേന്ദ്രമന്ത്രിമാരും, അമിത്ഷാ, മോഡി. അപ്പോൾ ആരാ ശക്ത? ജനം ആലോചിക്കില്ലേ? ഈ പാവം പിടിച്ച സ്ത്രീയെ എതിർക്കാൻ വേണ്ടി ഇത്രയും മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, ഇത്രയും സമ്പത്തും ഇത്രയും ഹെലികോപ്റ്ററും ഇത്രയും വാഹനങ്ങളുമായിട്ട് ബംഗാളിൽ കൂടെ പോകണോ? അങ്ങനെ ആലോചിക്കും. അത് കോമൺ ഈ മനുഷ്യൻ്റെ മനസ്സ് രൂപപ്പെടുന്ന രീതിയാണ്. അങ്ങനെ രൂപപ്പെട്ടിരിക്കുന്ന അവിടെ മമത അവരുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. അവരുടെ അടുത്തേക്ക് ദുർഗയും കൊണ്ട് നിങ്ങൾ BJPക്കാർ എന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ളത് നമുക്ക് അത് മെയിൻ ഇലക്ഷൻ സാഹചര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒത്തിരി കാര്യം. ഇലക്ഷൻ പിന്നെ ബംഗാളിൽ സ്വാധീനിച്ചിരിക്കാൻ സാധ്യതയുള്ള കാര്യം, BJPക്ക് അനുകൂലമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യം, കൂടുതൽ പെൻഷൻ അങ്ങനെയുള്ള ബെനിഫിറ്റുകൾ, വെൽഫെയർ മെഷേഴ്സ് കുറേ കൂടെ നന്നായിട്ട് നടത്തും എന്നുള്ള വാഗ്ദാനമായി. BJPയുടെ പൊളിറ്റിക്സ് അവിടെ ചിലവാകില്ല. ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു, BJP പൊളിറ്റിക്സാണോ ജയിച്ചത്? സുരേഷ് ഗോപി ജയിക്കുന്ന വേറെ കാര്യം. അവിടെ രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്തോട്ട് വിളിച്ചു. അവിടെ തരൂരല്ല വേറെ ഒരാളാണ്, അയാൾ ജയിക്കുമായിരുന്നു. VS കുമാറിനെ കൊണ്ട് നിർത്തിയിട്ടില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പാർലമെൻറ്റിൽ MP ആയിരുന്നു. അത് BJPയുടെ വിജയമല്ല. എന്തായാലും പ്രതിപക്ഷത്ത് അവിടെ ഉള്ളത്, ബംഗാളിൽ നിലവിലുള്ളത് BJP ആണ്. പിന്നെ അതങ്ങനെ തന്നെ വേണം താനും. അതിന് പകരം ഇവരെങ്ങാനും CPM എങ്ങാനും പ്രതിപക്ഷത്ത് നിന്നാൽ തീർന്നു. അല്ല, പ്രതിപക്ഷത്ത് അവർക്ക് എത്താൻ പറ്റിയെന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? CPMനുള്ള കഴിവുകളുണ്ടെന്ന്. തീർച്ചയായിട്ടും. അപ്പം അവിടെ BJPക്കുള്ള സാധ്യതയുണ്ട്. മമത തകർന്നാൽ BJPക്ക് ചാൻസ് ഉണ്ട്. അത് ഞാൻ തർക്കമില്ല. മമത തകരുവോ BJP ആണോ തകരാൻ പോകുന്നത് ഈ 4-ാം തീയതി കാണാം. നമുക്ക് കാത്തിരുന്നേ കാണാം.